ഡീസലാണ്, ജെ എന്ന ഓപ്ഷൻ ആണ്, ഒറിജിനൽ കേരള വണ്ടിയാണ്. ഓക്കെ, 11 പേഴ്സ് റിന്യൂവൽ ആയല്ലോ, സമയമായിരിക്കണം. ഇത് ഡീസലാണ്, മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് മെയിൻ ക്ലാസ് വേണ്ടിയിട്ട് മാറിയിട്ടില്ല. എഞ്ചിൻ റൂമൊക്കെ നല്ല വൃത്തിയിലാണ് വണ്ടിയുള്ളത്. അഡീഷണൽ നമ്മൾ അലോയ്സ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്, കാരണം ജെക്ക് അലോയ്സ് വരില്ല, അലോയ്സ് നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. മെക്കാനിക് ഭാഗം എല്ലാം പെർഫെക്റ്റ് ആണ്. അപ്പൊ 2011 റിന്യൂവൽ ആയല്ലോ, നമ്മൾ റിന്യൂവൽ എടുത്ത് 5 കൊല്ലം ടാക്സ് അടച്ച് റിന്യൂവൽ എടുത്ത് ഇൻഷുറൻസ് അടച്ചിട്ട് നമ്മൾ 3.5 ലക്ഷം രൂപ വണ്ടി കൊടുക്കും. 3.5 ലക്ഷം, അതായത് 5 കൊല്ലത്തെ പുതിയ പേപ്പറോട് കൂടി കൊടുക്കും. വേറെ ഫുൾ ഫിറ്റ് മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നുമില്ല, നല്ല ക്ലീൻ പീസ് പെട്ടി പീസ് ആണ്. KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരുപാട് ചെറുവണ്ടികൾ, SUV ടൈപ്പ്, സെഡാന്, ആൾട്ടോ കാറിന്റെ പൈസക്ക് 7 സീറ്റർ എന്നിങ്ങനെ നല്ല കിരുമത്തിന്റെ കാറുകൾ കിട്ടുന്ന നമ്മുടെ വണ്ടൂർ കാർസിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ഇതിന്റെ ഓണറാണ്, കിഷോറാണ്. ചേട്ടാ എന്തൊക്കെയുണ്ട്? നല്ല കഴിഞ്ഞ വീഡിയോ തകർത്തോല്ലേ, ഒരുപാട് വണ്ടികൾ വിറ്റ് പോയിട്ടുണ്ട് കേട്ടോ നമ്മളെ വീഡിയോയില്. പിന്നെ എന്തൊക്കെയുണ്ട്? നല്ല വിശേഷം. കുറെ സ്റ്റോക്ക്, പുതിയ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് നമുക്ക്. ഒരുപാട് സ്റ്റോക്ക് കയറിയിട്ടുണ്ടല്ലോ, കുറെ സ്റ്റോക്ക് വന്നോണ്ടിരിക്കുന്നുണ്ട്. മാക്സിമം വില കുറച്ചിട്ട് കൊടുക്കാം കസ്റ്റമറിന്, അല്ല ഇപ്പൊ റമദാനിലൊക്കെ ആയി, അപ്പൊ ഈ പെരുന്നാളിന്റെ ഒക്കെ കാറുകൾ എടുക്കുന്ന കുറെ ടീമൊക്കെ ഉണ്ടാവും, വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ ഒരു ഓഫർ നമ്മൾ കൊടുക്കും. എവിടുന്ന് കിട്ടാത്ത വിലക്കും ക്വാളിറ്റിയിലെ വണ്ടികളാണ്. ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ എങ്ങനെ? ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലഡ്, ടോട്ടൽ ലോസ്, അപ്രോണ്, പോസ്റ്റ്, അതിന്റെ ഡീവുകൾ കയറി ചേസ് വെണ്ടാകുക, കിലോമീറ്റർ ബാക്കിലോട്ട് വലിക്കുക, ഇത്രയും കാര്യങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കിലോമീറ്ററിന്റെ കേസിലും ഈ മേജർ ആക്സിഡന്റുകൾ, ഈ അപ്പുറം പൊട്ടി, ഇതൊക്കെ നമ്മൾ പെട്ടുപോവുക. അതായത് ടോട്ടൽ ലോസ് ആവുക, അപ്പുറം പൊട്ടിക്കുക, പോസ്റ്റ് ഇളക്കുക, ചേസ് വെണ്ട ഡീവുകളിലൊക്കെ കയറിയിട്ട് ഈ കിലോമീറ്റർ തിരിച്ച വണ്ടികൾ കിലോമീറ്റർ തിരിക്കുന്നില്ല. ഏതെങ്കിലും നമുക്ക് വന്ന വണ്ടികൾ ഞങ്ങൾ കസ്റ്റമർ പറയും കിലോമീറ്റർ റോൾ ചെയ്ത വണ്ടിയാന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുക്കുള്ളൂ. കിലോമീറ്റർ 2 ലക്ഷം, 2 ലക്ഷം, 2.5 ലക്ഷം, 50,000 ആ കിലോമീറ്റർ തന്നെ വെച്ചു. അതെ, അങ്ങനെ വണ്ടിയും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മൂപ്പര് പറഞ്ഞിട്ടേ തരുള്ളൂ കേട്ടോ. ഉടായ്പുള്ള കച്ചവടം ഇവിടെ ഇല്ല ഇവിടെ. പിന്നെ അപ്പോ വേറെ എന്തെങ്കിലും പറയണ്ടോ? ഇല്ലല്ലോ, വേറെ ഇപ്പൊ എന്താ, കുറെ സ്റ്റോക്കുകളുണ്ട്, നല്ല നല്ല വണ്ടികൾ, പക്ഷെ വന്നിട്ടുള്ള വണ്ടികൾ ഉള്ളത് മാക്സിമം വില കുറച്ച് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ മാക്സിമം വില കുറച്ച് കൊടുക്കാവുന്നതാണ് വണ്ടികൾ. വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് പ്രശ്നം വന്നിട്ടുള്ള വണ്ടികളൊക്കെ. ഡീസൽ എവിടെ വേണമെങ്കിലും അവർക്ക് ചെക്ക് ചെയ്യാം. പറയാൻ പറ്റിക്കുന്നത് ഇത് വണ്ടൂര് നിലമ്പൂർ റോഡിലാണ് വണ്ടി ഉള്ളത്. ഇവിടെ ഒരു സിറ്റി പാലസ് ബാർ ഉണ്ട്, നേരെ ഓപ്പോസിറ്റ് ആണ്. വണ്ടൂർ നിലമ്പൂർ റോഡ് 1 കിലോമീറ്റർ. വണ്ടൂരിന് നിലമ്പൂർ റോഡില് ഏകദേശം വണ്ടൂരിന് 1 കിലോമീറ്റർ കഴിഞ്ഞാൽ ഒരു ബാർ ഉണ്ട്, അതിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ നേരെ വണ്ടിയിലേക്ക് പോവാം. ആദ്യമായിട്ട് നല്ലൊരു കിരുമത്തിന്റെ റിഡ്സ് കാർ, അതും ഡീസലാണ്, നല്ല ബ്രൗൺ കളറാണ് കേട്ടോ. ലിമിറ്റഡ് എഡിഷൻ വണ്ടി. അതെ, എങ്ങനെയായിരുന്നു ഇത് കാര്യങ്ങൾ? ഇത് 2013 മോഡലാണ് വണ്ടി. ഓണർഷിപ്പ് സിംഗിൾ ആണ്. 1,18,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളത്. ആ റൺ ചെയ്ത കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ ആണ്. അബാധമുള്ള റീപ്ലേസ്മെന്റോ മറ്റു കാര്യങ്ങളൊന്നും നിലവിലൊന്നുമില്ല. മെക്കാനിക് ബാഗൊക്കെ പെർഫെക്റ്റ് ആണ്. അതുപോലെ തന്നെ ടയർ ബാഗൊക്കെ ഏകദേശം ഒരു 70-80% ടയർ ബാഗുകളുണ്ട്. അഡീഷണൽ സീറ്റ് കവർ ഇന്ത്യൻ ഭാഗത്ത് നല്ല കിരുമത്തിന്റെ സീറ്റ് കവർ, അടിപൊളി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വണ്ടി നമ്മൾ നിലവിൽ പോളിഷ് ആയാലും ചെയ്തിട്ടില്ല, പോളിഷ് ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. അത് പോളിഷ് ഒക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ട് നമ്മൾ ഓപ്ഷൻ ഫുൾ ഫിറ്റ് വണ്ടിയാണ്. ഒരേ ഒരു ഓണറാണ് കേട്ടോ, സിംഗിൾ ഓണർഷിപ്പ് ഒരു വണ്ടിയാണ്. എത്രക്ക് കൊടുക്കുക? നമുക്ക് 2,85,000 രൂപ കൊടുക്കുന്ന വണ്ടി 2,85,000 കൊടുക്കാൻ പറ്റും. അതും 2013 ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ് കേട്ടോ. ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടോ. ഫുള്ള് മാക്സിമം ഫുള്ള് ലോൺ ചെയ്യാനും പറ്റും. 2,60,000 ലോൺ. അതെ, 10,000 രൂപ വേണ്ടി വരും. മതി. ഓക്കെ, അടിച്ചപൊളി ഡസ്റ്റർ ആണ്, അതും 85 ആണ് കേട്ടോ. മൂപ്പര് ഡസ്റ്റർ മൂപ്പര് അടുത്ത് എപ്പോഴും ഉണ്ടാവും, കാരണം മൂപ്പര് ഇതിന്റെ ഒരു ക്രേസി ഉള്ള ഒരു മനുഷ്യനാണ്. എങ്ങനെയായിരുന്നു കാര്യങ്ങൾ? ഇത് 2016 മോഡല് 85 ഒറിജിനൽ കേരള വണ്ടി. RX-Z എന്ന ഓപ്ഷൻ വണ്ടി വരുന്നത് ഏറ്റവും ടോപ്പ് വരുന്നതാണ്. ഏറ്റവും ടോപ്പ്. ഇത് ക്ലൈമറ്റ് കൺട്രോൾ, AC കാര്യങ്ങള്, സ്റ്റീരിയോ കൺട്രോള് എല്ലാം വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി വരുന്നത്. 4 ടയർ, പുതിയ ടയർ, പുത്തൻ ടയർ വാങ്ങിച്ചിട്ടാണ്. ഇത് ഓണർഷിപ്പ് ശരിക്കും സിംഗിൾ ഓണർഷിപ്പ് ആയിരുന്നു. തൽക്കാലികം എന്റെ പേരിലോട്ട് മാറ്റി വെച്ചു. സെക്കൻഡ് ഓണർഷിപ്പാണ് നിലവിൽ. സെക്കൻഡ് ഓണറിൽ വണ്ടി ഓടില്ല, കാരണം എന്റെ പേരിൽ കാരണം കസ്റ്റമർ ഭയങ്കരമായിട്ട് പ്രശ്നം ചെയ്തപ്പോൾ ഞാൻ എന്റെ പേരിലേക്ക് തൽക്കാലം മാറ്റി വെച്ചിട്ടുണ്ട്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഏകദേശം 1.5 ലക്ഷം കിലോമീറ്ററാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. എഞ്ചിൻപരമായിട്ട് നല്ല പൊതുവെ ഡസ്റ്റർ ഒന്നും അങ്ങനെ എഞ്ചിൻ കമ്പനി വരുന്ന വണ്ടികളല്ല 85 വണ്ടികൾ. ഏകദേശം 20 കിലോമീറ്ററോളം മൈലേജ് പ്രതീക്ഷിക്കാം. മൈലേജ് കിട്ടും. 20 കിലോമീറ്ററോളം മൈലേജ്. ഡസ്റ്റർ, ടെറാനോ, 85 PS വരുന്ന വണ്ടികൾക്ക് ഏകദേശം 18, 19, 20 നോർമൽ
മൈലേജ് ചില ആൾക്കാർക്ക് ഈ 18 ഇട്ടോലും 16 ഇട്ടോലൊക്കെ ഉണ്ടായിരിക്കണം. അത് ചില ഡ്രൈവിംഗില് നോർമലി നമുക്ക് ഒരു 18, 10, 20 വരെ മൈലേജ് മനസ്സിലാവും. അല്ലെങ്കിൽ കമ്പനി ന്യൂ ഷേപ്പ് എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. അതെ ഈ ഡസ്റ്റർ പൊതുവെ എല്ലാവർക്കും കമ്പനി ഡസ്റ്റർ കത്താതെ വരും. പൊതുവെ പഴയ മോഡൽ വണ്ടികളിൽ കത്തലുള്ളൂ, ന്യൂ ഷേപ്പ് വണ്ടി കത്തലില്ല. അത് മാത്രമല്ല കൂടുതൽ പ്രധാനമായിട്ട് കത്താൻ പ്രധാന കാരണത്തിന് മോട്ടറിലൂടെ കവർ വരും. ആ കവർ താഴെ വീണാൽ പോലും കസ്റ്റമർ മാറ്റില്ല. അതിലോട്ട് തീ പിടിക്കുന്നതാണ് ഭൂരിഭാഗം വണ്ടികളും ഡസ്റ്റർ. അങ്ങനെയാണ് വണ്ടിയുടെ പ്രശ്നം കൊണ്ട് കത്തത് നല്ലത്. അതെ. അപ്പൊ അതിനുള്ളത്തെ ആ ചൂടടിക്കാൻ അകത്തേക്ക് ഷീറ്റ് ഉണ്ടാവും. ആ ഷീറ്റൊക്കെ പൊളിഞ്ഞു കഴിഞ്ഞാൽ അതിലോട്ട് തീ പിടിക്കണം. പൊളിഞ്ഞാൽ മാറ്റാത്തതുകൊണ്ടാണ് 90% വണ്ടികൾക്ക് മൂപ്പര് മെക്കാനിക് തന്നെയാണ്. മൈലേജ് ഉള്ള വണ്ടിയാണ് ഇത്. നമുക്ക് 5.4 ലക്ഷം രൂപയാണ് ആസ്കിംഗ് പ്രൈസ് ഉള്ളത് ഈ വണ്ടിയുടെ. അതേപോലെ തന്നെ ഡസ്റ്റ് നമുക്ക് RX S ഫുൾ ലോൺ കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇതിന്റെ നമ്മൾ 2016 വേറെ വണ്ടി വരും. ഇതേപോലെ തന്നെ സിൽവർ സിംഗിൾ ഓണർഷിപ്പിൽ ഒരു വണ്ടി കൂടി വരുന്നുണ്ട് നമുക്ക്. അത് 130-35 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ഇപ്പൊ നല്ല സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. RX S ആണ് വണ്ടി. ഇത് RS Z ആണ്. അത് RS ആണ്. 85 PS വരുന്ന വണ്ടിയാണ്. അത് നമുക്ക് 5,16,000 രൂപ അതും കൊടുക്കാൻ പറ്റും. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. നല്ല സൂപ്പർ വണ്ടിയാണ്. അപ്പൊ പോളിഷാണ് വണ്ടി. കയറിയിട്ടില്ല, അകത്തോട്ട് കയറിയിട്ടില്ല. ഡസ്റ്ററിനോട് ആയിരിക്കും ക്രേസ് ഉണ്ടെങ്കിൽ മൂപ്പരെ വിളിച്ചോട്ടാ. അപ്പൊ ഇത് മാക്സിമം ഫുള്ളി ലോൺ ചെയ്യാലോ. 5.4 ലക്ഷം. ഓക്കെ. അപ്പൊ ആവശ്യക്കാർ വിളിച്ചോ. കിണ്ണം പോലത്തെ ഒരു സ്വിഫ്റ്റ് ഡീസൽ വണ്ടിയാണ് കാണിക്കുന്നത്. എങ്ങനെയാണ് ബ്രോ ഇത്? ഇത് 2014 മോഡൽ VDI ഡീസൽ വണ്ടി. 14 മോഡൽ സെക്കൻഡ് ആണ് ഓണർഷിപ്പ്. 4 പുത്തണ്ടാർ വാങ്ങി വെച്ചിട്ട് ഓടിയിട്ടില്ല. 4 പുത്തണ്ട ടയർ ഓൾറെഡി ഉണ്ട്. ഓടാൻ കിടക്കുന്നേ ഉള്ളൂ. മേജർ ആക്സിഡന്റൊന്നുമില്ല. ബോണറ്റ് ഓൾറെഡി റീപ്ലേസ് ചെയ്തിട്ടുണ്ട് വണ്ടിയുടെ. ബോണറ്റ് മാത്രം, വേറെ ഒന്നും മാറിയിട്ടില്ല. പിന്നെ മൊത്തത്തിൽ മെക്കാനിക് ഭാഗം വലിയ പെർഫെക്റ്റ് മെക്കാനിക് ഭാഗമാണ്. അതേപോലെ തന്നെ എനിക്കൊരു പാർക്ക് സെയിൽ ഉണ്ടോ വണ്ടി. നമ്മുടെ ഷോപ്പിലെ വണ്ടിയാണ്. കസ്റ്റമർ തന്നുള്ള വണ്ടിയാണ്. എന്തായാലും നമ്മൾ ബാക്കി വാങ്ങാൻ ഫ്ലഡോ ടോട്ടൽ ചെക്ക് ചെയ്തിട്ട് വേണ്ടി കൊടുക്കുള്ളൂ. ഉത്തരവാദിത്തം മേജർ ഒന്നുമില്ല. അതേപോലെ തന്നെ നമുക്ക് 20 തൊട്ട് മൈലേജ് പ്രതീക്ഷിക്കാം. നമുക്ക് ശേഷം ഈ വണ്ടി ആസ്കിംഗ് പ്രൈസ് ആണ് 3 ലക്ഷം രൂപയാണ്. അതിൽ നമുക്കൊരു 3.5 ലക്ഷം. അതിൽ നമുക്ക് ഏകദേശം ഒരു 3.4 ലക്ഷം പേര് നമുക്ക് ലോണും പ്രതീക്ഷിക്കാം. സ്പോയിലർ കാര്യങ്ങളൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ സീറ്റ് കവറുകളൊക്കെ ഉണ്ട്. നോർമലി ഫിറ്റിംഗ്സ് ഇത് 2 ഉണ്ട് നമ്മുടെ കയ്യില്. 4 വീലൊക്കെ ഒരു വണ്ടി വേറെ 2014 അതിപ്പോ പുറത്തുണ്ട്. നമുക്ക് അടുത്തിൽ കാണിച്ചു കൊടുക്കാം. അപ്പോ ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഹിദുമത്തിന്റെ മഹീന്ദ്രന്റെ 300 അതും 5 സീറ്റ് വണ്ടിയാണ് കേട്ടോ. പെട്രോൾ വണ്ടി അല്ലേ? പെട്രോൾ. എങ്ങനെയായിരുന്നു കാര്യങ്ങൾ? ഇത് 2020 മോഡൽ 21 രജിസ്ട്രേഷൻ വരുന്ന XUV 300. ഓക്കെ. W8 എന്ന ഓപ്ഷൻ വണ്ടി വരും. ഫുൾ ആണ്. ഫുൾ ഓപ്ഷൻ. W8 ഓപ്ഷൻ വരികയാണെങ്കിൽ സൺറൂഫും വരും. സൺറൂഫിന് തൊട്ട് സൺറൂഫ് ഉണ്ടാവില്ല, ബാക്കി എല്ലാ ഫീച്ചേഴ്സ് വരുന്ന വണ്ടിയാണ്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. 65,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. അത് ജെന്യൂൻ കിലോമീറ്റർ ആണ്. വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് മറ്റു കാര്യങ്ങളൊന്നും നിലവിലില്ല. ടയർ വാങ്ങൽ ഏകദേശം നല്ല ടയർ വാങ്ങലുണ്ട്. സർവീസ് ഒക്കെ ചെയ്തിട്ടുള്ള കമ്പനി ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് 6,30,000 ആസ്കിംഗ് പ്രൈസ്. എന്തെങ്കിലും ചെറിയ വ്യത്യാസം വില കുറച്ച് കൊടുക്കാം. മാക്സിമം എത്ര പൈസ? നമുക്ക് ഒരു 5 ലക്ഷം നോർമൽ ലോൺ ഒരു 1 ലക്ഷമൊക്കെ നല്ലൊരു പെട്ടി പീസാണ്. കണ്ണ് ചിമ്മിയിട്ടും കണ്ണ് തുറന്നിട്ടും എടുക്കാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ്. മോഡൽ കൂടിയ വണ്ടിയാണല്ലോ. പിന്നെ അവൈലബിൾ ഒന്നും ചിന്തിക്കാം. ഹിദുമത്തിന്റെ ആഡംബരക്കാർ, അതും ഡീസലാണ്. 20 കിലോമീറ്ററിന് മേലെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. സ്വിഫ്റ്റ് കാറിന്റെ പൈസക്ക് വണ്ടി തരും കേട്ടോ. ബ്രോ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു. 2015 മോഡല്. ആദർശം ഇങ്ങോട്ട് വന്നതാണ്. അവിടെ ഓണം ഇവിടെ ഓണം. അപ്പൊ ഞങ്ങൾ ഒരു രണ്ടാമത്തെ ഓണർഷിപ്പ്, സെക്കൻഡ് ഓണറാണ്. ഓണർഷിപ്പ് ആണ് ഇവിടെ. പുറത്തുനിന്ന് വന്നതോട് സെക്കൻഡ് ഓണർഷിപ്പ് ആയി. അങ്ങനെ ആയതാണ്. 2015 മോഡൽ G ആണ് വേരിയന്റ് ആണ്. G ആണ് വരുന്നത്. മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നും നിലവിലൊന്നുമില്ല. ആദർശമായിട്ട് വണ്ടി വരുമ്പോൾ പൊതുവെ മെയിൻ ക്ലാസ് മാറാറുണ്ട്. അത് ഇതിന്റെ മാറിയില്ല. 1,50,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. അത് ജെന്യൂൻ കമ്പനിയിലാണ് സർവീസ് ചെയ്തിട്ടുള്ളത്. അവൈലബിൾ ആണ്. എല്ലാം കാണിച്ചു കൊടുക്കാം. പിന്നെ ഇതിന് ഓയിൽ സർവീസ്, ക്ലച്ച് ഡിസ്ക് ഒക്കെ ഇപ്പൊ മാറിയിട്ടുണ്ട്. ഞാനാണ് മാറിയത്. അത് പുറത്ത് വർഷമാണ് ചെയ്തിട്ടുള്ളത്. അതിന് ബില്ലും കാര്യം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പൊ മാറി ഇവിടെ കൊണ്ടു വെച്ചോളൂ. ഓയിൽ സർവീസ്, ക്ലച്ച് ഡിസ്ക്, പ്രഷർ പ്ലേറ്റ്, റിലീസ് ഫയറിംഗ് എല്ലാം സെറ്റ് മാറി വെക്കുമ്പോ എല്ലാം പെർഫെക്റ്റ് ആക്കി വെച്ച വണ്ടിയാണ്. നല്ല പെട്ടി പീസാക്കി വെച്ച വണ്ടിയാണ്. ടയർ വാങ്ങൽ ഏകദേശം ഒരു 70-80% ടയർ വാങ്ങലുണ്ട്. മേജർ ആക്സിഡന്റുകളില്ല. കിലോമീറ്റർ നമുക്ക് വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്ന കിലോമീറ്റർ ആണ്. ഏകദേശം 20 കിലോമീറ്റർ നേരത്തെ പറഞ്ഞ പോലെ 20 കിലോമീറ്റർ മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന വണ്ടിയാണ്. നമ്മൾ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 6,70,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് ഉള്ളത്. അത് നമുക്ക് എന്തെങ്കിലും ചെറിയ വ്യത്യാസം കൊടുക്കാം. ഒരു 6 ലക്ഷം രൂപ വരെ നമുക്ക് ലോണും ചെയ്യാൻ പറ്റുമല്ലോ. 6 ലക്ഷം രൂപ വരെ. ന്യൂ ഷേപ്പ് ആണ് വണ്ടി. 14 തൊട്ടിട്ടാണ് ന്യൂ ഷേപ്പ്. 14 ന്യൂ ഷേപ്പിൽ 14 വരെ ഓൾഡ് ഷേപ്പ്. 14 വരെ 13-14 ഓൾഡ് ഷേപ്പിലാണ് വരിക. അത് 14 ന്യൂ ഷേപ്പിൽ വന്നിട്ടുള്ള വണ്ടി. അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ. തീർച്ചയായിട്ടും. ചെറിയ ബഡ്ജറ്റിൽ ഒരു കിണ്ണം പോലത്തെ വാഗണർ ആണ് നിങ്ങളെ കാണിക്കുന്നത്. എങ്ങനെയാണ് ഇത്? 2011 മോഡൽ VXI
2011 മോഡൽ വണ്ടിയാണ്. DXi വണ്ടിയാണ്. AC ഉണ്ടാവും, പവർ സ്റ്റിയറിംഗ്, എല്ലാം ഉണ്ടാവും. അതുപോലെ തന്നെ വണ്ടി ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു വാഹനം കേട്ടോ. ഒരു റീപ്ലേസ്മെന്റും ഇല്ല. 2011 മോഡലിൽ നിന്ന് കണ്ടാ പറയില്ല, ഹൈ ക്വാളിറ്റിയാ. ഭാഗത്ത് നോക്കണം, നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങള് അല്ല. അതെ അതെ, കമ്പനി സെറ്റ് ഒക്കെ വരുന്നുണ്ടല്ലേ. എങ്ങനെയായിരുന്നു മോഡൽ? മാറിയിട്ടില്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി. 90,000 കിലോമീറ്റർ ആണ്. 90,000 ഓടി, ജെനുവിൻ കിലോമീറ്റർ ആണ്. 2015 90 ഓടി ഓടിയിട്ടില്ല വണ്ടി. അതെ, തീരെ ഓടി. ഇത് നമ്മൾ 5 കൊല്ലം പുതിയ ടാക്സ്, പുതിയ റിന്യൂവൽ എടുത്തുകൊണ്ട് നമ്മൾ 2,20,000 കൊടുക്കും. 5 കൊല്ലത്ത് പുതിയ പേപ്പർ എടുത്തിട്ട് 2,400 കൊടുക്കും. 2,20,000 2,20,000 കൊടുക്കും. ലോണും കിട്ടും. ലോൺ 1.5 ലക്ഷം രൂപ ലോണും പ്രതീക്ഷിക്കും. 1.5 ലക്ഷം രൂപ ലോണും കിട്ടും. ലോണും കിട്ടും. ഓക്കെ, അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടല്ലേ? തീർച്ചയായിട്ടും. നല്ല കിടിലൻ ടവേരയാണ് നിങ്ങളെ കാണിക്കുന്നത്. അന്നും ഇന്നും ജനങ്ങള് അല്ല നെഞ്ചിലേറ്റിയ ഒരു വാഹനമാണ് ടവേര. എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടി. ഇതിന് ഫുൾ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു. മൈലേജ് ഉണ്ടാവും. അത് ടാക്സിക്കാർ ഉപയോഗിക്കുന്ന വണ്ടിയാണ് ടവേര. ഇത് 2012 മോഡൽ നിയോ 3 എന്ന എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. നിയോ 3 വരുന്ന 2012 മോഡലാണ്. പേപ്പർ പുതിയ പേപ്പറാണ് ടാക്സിയിൽ. 5 കൊല്ലത്തെ പുത്തൻ പേപ്പർ അല്ല, 5 കൊല്ലം ടാക്സി 1 ഇയർ കിട്ടുള്ളൂ. ഇത് ടാക്സി വണ്ടിയാണ്. 1 ഇയർ പുതിയ പേപ്പർ ഏകദേശം ഒരു മാസേ ആയിട്ടുള്ളൂ. ഇതിലേക്ക് പാർക്ക് സീലാണ് വണ്ടി. നമ്മുടെ ഷോപ്പിൽ ഞാൻ ടാക്സി വണ്ടി പൊതുവെ ചെയ്യുന്ന ആളല്ല. ഇതിലേക്ക് പാർക്ക് സീലാണ്. ഇത് പൊതുവെ മെക്കൽ ബാഗ് പെർഫെക്റ്റ് ആണ് വണ്ടി. തുരുമ്പും കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. ടയർ ബാഗുകളൊക്കെ 70% ടയർ ബാഗുകളുണ്ട്. അഡീഷണൽ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പൊ എടുക്കുന്ന കസ്റ്റമർക്ക് 10-11 മാസം പേപ്പർ ഒന്നും നോക്കാതെ കൊണ്ടുനടക്കാൻ പറ്റുന്ന മോശമില്ലാത്ത മൈലേജും കാര്യമൊക്കെ ഉണ്ടാവുന്ന ഒരു ടാക്സി പർപ്പസിലെ വണ്ടിയാണ്. നമ്മൾ 3,400 നമുക്ക് ആസ്കിംഗ് പ്രൈസ് ഉള്ളത്. കസ്റ്റമർ ആസ്കിംഗ് പ്രൈസ് ചെറിയ ഇതിലേക്ക് വെട്ടിച്ച് നമുക്ക് കൊടുക്കാം. ഏകദേശം 2.5 ലക്ഷം 2.5 ലക്ഷം രൂപ നമുക്ക് ലോണും നമുക്ക് ടാക്സി പർപ്പസ് എല്ലാം കിട്ടുന്നുണ്ട് വണ്ടിക്ക്. പൊതുവെ മാർക്കറ്റിൽ വലിയ മോശം വരാത്തൊരു വണ്ടിയാണ് ടവേര. അതുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങളൊന്നും പേടിക്കാനില്ല. അല്ല, ടവേര എന്ന് വെച്ചാല് പിന്നെ മോഡൽ കുറഞ്ഞ വണ്ടി ആകുമ്പോൾ കുറെ പണി കാര്യങ്ങളൊക്കെ നിലവിൽ ഈ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. പേപ്പറൊക്കെ എടുത്തിട്ടുള്ളൂ. തുരുമ്പ് കാര്യങ്ങൾ മേജർ ആക്സിഡന്റുകളൊന്നുമില്ല. പിന്നെ ആ ബമ്പർ അങ്ങനെ കാര്യങ്ങളൊക്കെ പൊതുവെ ഉള്ളൂ. വണ്ടി പൊതുവെ ക്വാളിറ്റിയുടെ വണ്ടിയാണ്. അതെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കും. ഓഫർ വിലക്ക് ഒരു ഖിദ്മത്തിന്റെ സ്വിഫ്റ്റ് കാറാണ്, അതും ഡീസലാണ്. അലോയ്സി എക്സ്ട്രാ കയറ്റിയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണ് ബ്രോ ഇത്? 2014 മോഡൽ VDI ഡീസൽ വണ്ടിയാണ്. 2014 മോഡലാണ് വണ്ടി ഉള്ളത്. ഏകദേശം 20 കിലോമീറ്റർ മൈലേജ് നമുക്ക് സ്വിഫ്റ്റ് നോർമൽ കിട്ടാവുന്ന 20 കിലോമീറ്റർ മൈലേജ് വരുന്ന വണ്ടിയാണ്. വലിയ ടച്ച് ആൻഡ് പോളിഷ് കഴിച്ചു വെച്ചിട്ടുള്ള വണ്ടിയാണ്. ഒരു വർക്കും കസ്റ്റമർ ചെയ്യാനില്ല. മെക്കാനിക് ഫുൾ ഫിറ്റ്. ഇതിൽ 2 ഹെഡ്ലൈറ്റ് നമ്മൾ ഡിസൈൻ ഹെഡ്ലൈറ്റിനെ കൊടുക്കില്ലത്. ഇടിച്ചിട്ട് മാറിയതല്ല. ഞാനിത് മങ്ങിപ്പോയിരുന്നു കളർ. അങ്ങനെ പോളിഷ് ചെയ്താലും കിട്ടാത്ത രീതിയിൽ മങ്ങിപ്പോയതുകൊണ്ട് ഞാൻ എന്തായാലും ഞാൻ ഡിസൈൻ ഹെഡ്ലൈറ്റ് പക്ഷെ മങ്ങി ടച്ച് ഫിറ്റ് ആക്കിയ വണ്ടിയാണ്. നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ്. നമുക്ക് 3,40,000 രൂപയ്ക്ക് ഈ വണ്ടി 3,40,000 കൊടുക്കാം. അത് ഫുള്ളി ലോൺ കൊടുക്കും. ഒരു നയാ പൈസ വേണ്ട. 2014 VDI വണ്ടിയാണ്. അലോയ്സ് എക്സ്ട്രാ കയറ്റിയിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഡോറോ ബോണറ്റോ ഒരു പ്രശ്നമില്ല കേട്ടോ. ആവശ്യക്കാർ വിളിച്ചോട്ടെ. തീർച്ചയായും. പ്രസ്സാണ്, ഡീസലാണ്, അതും 2 കളർ അല്ല. എങ്ങനെയായിരുന്നു കാര്യങ്ങൾ? ഇത് 2018 മോഡൽ VDI ആണ് വണ്ടി വരുന്നത്. സാധാരണ 2 കളർ സെറ്റ് ഡേക്കായിട്ട് വരിക. ഇത് ടോപ്പ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഗ്രില്ലും നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇൻക്ലൂഡ് ഉണ്ടാവില്ല അല്ല? അല്ലല്ല, ഇൻക്ലൂഡ് ഒന്നുമില്ല. നോർമലി ചെയ്തിട്ടുള്ളതാണ്. 2018 മോഡലാണ്. VDI ആണ്. 1 ലക്ഷം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. ആ 1 ലക്ഷം ജെന്യൂൻ കിലോമീറ്റർ. ടയർ ബാങ്കളൊക്കെ ഏകദേശം ഒരു 90% ടയർ ബാങ്ക് ഉണ്ട്. 4 കടുംപുത്തൻ ടയർ. വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല. നല്ല മെക്കാൽ ഭാഗമുണ്ട്. റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ നല്ല ടച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. മെക്കാൽ ഭാഗം നല്ല പെർഫെക്റ്റ് ആണ്. മെക്കാനിക് ഫിറ്റ്. അതുപോലെ തന്നെ ഇന്റീരിയർ ഭാഗത്ത് നല്ല വൃത്തിയാണ്. കാണാൻ വൃത്തിയുണ്ട് വണ്ടി. എത്ര കൊടുക്കാം ഇത്? ഇത് നമുക്ക് 6,30,000 കൊടുക്കാൻ പറ്റും. 6,30,000 കൊടുക്കാം. 5.5 ലക്ഷം 5 ലക്ഷം ലോണും കിട്ടും. 2018 മോഡൽ VDI ഡീസൽ വണ്ടി 6,30,000 തരും കേട്ടോ. ആവശ്യക്കാര് വേഗം വന്ന് നോക്കിക്കോ. മാക്സിമം ലോണും ചെയ്യാൻ പറ്റും. ഒറിജിനൽ കേരള പടപടക്കുന്ന ഹോണ്ട സിറ്റിയാണ്. ന്യൂ ഷേപ്പിൽ ഇറങ്ങിയിട്ടുള്ള ഒരു വണ്ടിയാണ് അല്ലേ? എങ്ങനെയായിരുന്നു ബ്രോ ഇത്? 2017 മോഡൽ ന്യൂ ഷേപ്പിൽ ഇറങ്ങുന്ന വണ്ടി. വി ആണ് ഓപ്ഷൻ. ബട്ടർ സ്റ്റാർട്ട് ഉണ്ടാവും. VX ആണ്. സൺറൂഫ് ഉണ്ടാവും. സൺറൂഫ് ഇല്ലാത്ത ബാക്കി എല്ലാ ഓപ്ഷൻസും വരുന്ന സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഡീസലാണ്. ഏകദേശം നമുക്കൊരു 20 കിലോമീറ്ററോളം മൈലേജ് എന്തായാലും ടൊയോട്ടയും ഹോണ്ട എന്നൊക്കെ പറയാം. എഞ്ചിൻ ഭയങ്കര ലൈഫ് ആയിരിക്കും. 4 ലക്ഷം 20 മേലൊക്കെ കിട്ടുമല്ലോ. 20 നോർമൽ പറയുന്നുള്ളൂ. എഞ്ചിൻ അതേപോലെ നമുക്ക് 6 ലക്ഷം 7 ലക്ഷം കിലോമീറ്റർ കൂടുതൽ നല്ല കംപ്ലൈന്റ് വരാത്ത എഞ്ചിൻ ലൈഫുള്ള വണ്ടിയാണ് ഹോണ്ടയും ടൊയോട്ടയും. അതിൽ പറ്റുന്ന ഒരു വണ്ടിയാണ് ഹോണ്ട സിറ്റി.
ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട വണ്ടി കൂടിയാണ് ഹോണ്ട സിറ്റി. അതെ, ഓട്ടം കൂടുതൽ ഓടിയാൽ വലിയ ഗിയർ ബോക്സ് എഞ്ചിൻ വല്ല കമ്പനി. ഇത് എത്ര ഓടിയിട്ടുള്ളത്? ഇത് 1,50,000 കിലോമീറ്റർ. 1,50,000 കിലോമീറ്റർ ജെൻ കമ്പനിയുടെ സർവീസ്. കമ്പനി സർവീസ്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല മൈലേജ്, മെക്കാനിക് ഭയങ്കര പെർഫെക്റ്റ് ആണ്. ഓക്കെ. പിന്നെ അഡീഷണൽ സീറ്റ് കവർ കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട് വണ്ടിക്ക്. ഇത് നമുക്ക് 6,40,000 ആസ്കിംഗ് പ്രൈസ്. അത് നമുക്ക് 6 ലക്ഷം രൂപ ലോണോട് കൂടി നമുക്ക് കൊടുക്കല. 6 ലക്ഷം ലോൺ കൊടുക്കാം. 6,40 ചോദിക്കുന്നത്. അതും 2018 വണ്ടിയാണ്. 17 വണ്ടി ന്യൂ ഷേപ്പ്. 17 വണ്ടി അല്ല. അതെ. ആൾട്ടോ 800 എടുക്കുന്ന പൈസക്ക് കിദ്മത്തിന്റെ ഒരു ആഡംബര കാർ, അതും ടൊയോട്ടന്റെ കൊറോള ആൾട്ടിസ് ആണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഒരു ടെൻഷനും വേണ്ട. എങ്ങനെയാണ് ബ്രോ ഇത്? 2011 മോഡൽ വണ്ടിയാണ്. ഡീസലാണ്. ജെ എന്ന ഓപ്ഷൻ ആണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഓക്കെ. 11 പറയുമ്പോൾ പേഴ്സ് റിന്യൂവൽ ആയല്ലോ. അതെ, സമയമായിക്കണേ. ഇത് ഡീസലാണ്. മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് മെയിൻ ക്ലാസ് വേണ്ടിയിട്ട് മാറിയിട്ടില്ല. എഞ്ചിൻ റൂമൊക്കെ നല്ല വൃത്തിയിലാണ് വണ്ടിയുള്ളത്. അഡീഷണൽ നമ്മൾ അലോയ്സ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. കാരണം ജെക്ക് അലോയ്സ് വരില്ല. അലോയ്സ് നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. മെക്കാനിക് ഭാഗം എല്ലാം പെർഫെക്റ്റ് ആണ്. അപ്പൊ 2011 ആകുമ്പോൾ റിന്യൂവൽ ആയല്ലോ. നമ്മൾ റിന്യൂവൽ എടുത്ത് 5 കൊല്ലം ടാക്സ് അടച്ച് റിന്യൂവൽ എടുത്ത് ഇൻഷുറൻസ് അടച്ചിട്ട് നമ്മള് 3.5 ലക്ഷം രൂപ വണ്ടി കൊടുക്കും. 3.5 കൊടുക്കും. 3.5 ലക്ഷം. അതായത് 5 കൊല്ലത്തെ പുതിയ പേപ്പറോട് കൂടി കൊടുക്കും. വേറെ ഫുൾ ഫിറ്റ് മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നുമില്ല. നല്ല ക്ലീൻ പീസ്, പെട്ടി പീസ് ആണ്. 25 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ വണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത്. എങ്ങനെയാണ് ബ്രോ ഇത്? 2016 മോഡൽ ഡീസൽ. ഹോണ്ടന്റെ ജാസ് എന്ന വണ്ടിയാണ്. എസ് ആണ് വേരിയന്റ് വരുന്നത്. അഡീഷണൽ സീറ്റ് കവർ, ടച്ച് സ്ക്രീൻ അഡീഷണൽ വണ്ടിക്ക് സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അടിപൊളി സീറ്റ് കവർ ആണ്. ടച്ച് സ്ക്രീൻ അതുപോലെ അടിപൊളി റിവേഴ്സ് ക്യാമറ ഉണ്ട് വണ്ടിക്ക്. 4 പുതുപുത്തൻ ടയർ. 4 കടുംപുത്തൻ ടയറാണ്. ഒരു റീപ്ലേസ്മെന്റ് മറ്റു കാര്യങ്ങളൊന്നുമില്ല. 70,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ കിലോമീറ്റർ ആണ്. ജെന്യൂൻ സർവീസ് ആണ്. സംഗതി ഇപ്പൊ സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിലുള്ളത്. ഓണർഷിപ്പ് സിംഗിൾ ആയിരുന്നു. തൽക്കാലം ഈ പേര് മാറി പേരിലും പല ആൾക്കാരുടെ പേരിലേക്കാണ് വണ്ടി മാറ്റി. അങ്ങനെ മാറിയാണ് സെക്കൻഡ്. രണ്ടാമത്തെ ഓണറിൽ വണ്ടി ഓടിയിട്ടില്ല. ഓണറിൽ മാത്രമാണ് വണ്ടി ഓടിയിട്ടുള്ളത്. എല്ലാ ഭാഗം ഫിറ്റ് ആട്ടോ, മെക്കാനിക് ഫിറ്റ്. അതുപോലെ തന്നെ ഇന്റീരിയർ ഭാഗത്തും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ്. പിന്നെ ആൻഡ്രോയിഡ്, റിവേഴ്സ് ക്യാമറ എല്ലാം ഉണ്ട്. എല്ലാ സെറ്റും ഒന്നുമില്ല. ആകെ 70,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. എത്ര കൊടുക്കുക? 5 ലക്ഷം രൂപ ആസ്കി. 5 ലക്ഷം രൂപ ആസ്കി ഉണ്ട്. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. മാക്സിമം 4.5 ലക്ഷം രൂപ ലോൺ. 50,000 രൂപ ഉണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് ഇറക്കിക്കൊണ്ട് പോവാ. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കോട്ടോ. ഉച്ചപള്ളി റിഡ്സ് കാറാണ്. അതും പെട്രോൾ അല്ലേ? പെട്രോൾ ഏകദേശം ഒരു 15-18 മൈലേജ് കിട്ടൂലേ? 15-16 കിട്ടൂല. ഓക്കെ. എങ്ങനെയായിരുന്നു ഇതിന്റെ കാര്യം? 2014 മോഡലാണ്. VXi ആണ് വണ്ടി വരുന്നത്. പെട്രോൾ ആണ് വണ്ടി. ഇത് ഏകദേശം 90,000 കിലോമീറ്റർ വണ്ടി ഓടി. ഓട്ടം കുറവാണ്. ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു 70% ടയർ ഭാഗങ്ങളുണ്ട്. മേജർ ആക്സിഡന്റുകളോ റീപ്ലേസ്മെന്റോ നിലവിൽ വണ്ടിയിൽ ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് മെക്കാനിക് ഭാഗങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്. ഓയിൽ സർവീസ് ചെയ്തിട്ടുള്ളൂ. ചെയ്തിട്ട് 100-200 കിലോമീറ്റർ മുകളിൽ ഓടിയിട്ടില്ല. മെക്കാനിക് ഫുൾ ഫിറ്റ് ആണ്. 2,70,000 ആസ്കിംഗ് പ്രൈസ്. 2,70,000 എന്തെങ്കിലും ചെറിയ വ്യത്യാസം നമുക്ക് കൊടുക്കാം. 2014 വണ്ടി. വേറെ തട്ടുമുട്ട് വരക്കില്ലല്ലോ. നല്ലൊരു പെട്ടി പീസാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടെ. നല്ല ഖിദ്മത്തിന്റെ ഓടിയാണ് കേട്ടോ. അതും Q3 വണ്ടി. പനോരമിക് സൗണ്ട് റൂഫ് ഒക്കെ വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഇത്? 2014 മോഡൽ വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. 14 മോഡൽ വണ്ടി. 15 6 മാസം വണ്ടി ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഡീസലാണ്. പ്രീമിയം പ്ലസ് ആണ് വണ്ടി വരുന്നത്. അപാകമുള്ള കാര്യങ്ങളൊന്നും മൈനർ ഫുൾ കമ്പനി സർവീസ്. 1,30,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. 1,30,000 കിലോമീറ്റർ കമ്പനി സർവീസ് കാണിക്കാൻ പറ്റില്ല. പക്ക ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. നല്ല വണ്ടി. നമ്മൾ പോളിഷ് ചെയ്തില്ലേ വണ്ടി. ഇത് നമുക്ക് 10,90,000 ആസ്കി. 10,90 ആസ്കി ഉണ്ട്. എന്തെങ്കിലും ചെറിയ വ്യത്യാസം കൊടുക്കാം. പുതിയ ഉൾക്കാർ ഇൻഷോർ കൂടി കൊടുക്കാൻ പറ്റൂല. ഓക്കെ. ടയർ ഭാഗങ്ങളെ കേസ് 90% ടയർ ഭാഗങ്ങളുണ്ട്. നല്ല മെക്കാനിക്, ഹൈ പെർഫെക്റ്റ് മെക്കാനിക്. നല്ല വണ്ടിയല്ല, നല്ല ധൈര്യമായിട്ട് എടുക്കാം. കണ്ണിച്ച് മീറ്റർ എടുക്കാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ്. പിന്നെ മാക്സിമം ലോണും ചെയ്യാൻ പറ്റും. ലോൺ നമുക്ക് 10 lakhs ഓൾറെഡി ലോൺ തരാറുണ്ട്. 1 ലക്ഷം ഉണ്ടെങ്കിൽ മതി. 1 ലക്ഷം. ഓക്കെ. അപ്പൊ വിളിച്ചോട്ടോ. കണ്ണ് ചിമ്മിറ്റ് എടുക്കാൻ പറ്റിയ ഒരു ടാറ്റന്റെ ടിയാഗോ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അതും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. ഡയമണ്ട് കട്ട അലോയ്സ്, പിന്നെ എല്ലാ സെറ്റപ്പ് വരുന്ന വണ്ടി. ഒന്ന് പറഞ്ഞു കൊടുത്താൽ ഇതിന് 2023 മോഡൽ 24 രജിസ്ട്രേഷൻ വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. XZ A+ ആണ് വണ്ടി വരുന്നത്. പെട്രോൾ ആണ് വണ്ടി വരുന്നത്. ഏകദേശം നോർമലി ഓട്ടോമാറ്റിക് അല്ലാത്ത വണ്ടിക്ക് 18-10 മൈലേജ് ആൾക്കാരൊക്കെ ഉണ്ടാവും. നമുക്കൊരു 16 കിലോമീറ്റർ പ്രതീക്ഷിച്ചാൽ മൈലേജ്. ഓട്ടോമാറ്റിക് ആണ്. നല്ല ക്വാളിറ്റി കൊടുക്കുന്ന വണ്ടിയാണ്. 35,000 കിലോമീറ്റർ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ. വെറും 35,000 കിലോമീറ്റർ മാത്രം സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇൻഷുറൻസ് ഉണ്ട് വണ്ടിക്ക്. ഇത് നമുക്ക് 5,90,000 കൊടുക്കാൻ പറ്റും. 5,90 കൊടുക്കാം. 90 2023-24 മാക്സിമം എത്ര പൈസ ഇറക്കാൻ പറ്റും? അത് നമുക്ക് 40-50 ഇറക്കാൻ പറ്റും. മതിയാവൂല്ലേ? വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല. നല്ല ഷോറൂം പീസാണ് കേട്ടോ. പെട്ടി പീസാണ്.
ഹിദുമത്തിന്റെ കുതിരത്തിന്റെ 2 കളറിൽ വന്നിട്ടുള്ള ഒരു വാഹനം. എന്താ ഭംഗിയല്ലേ ഈ കളറിന് കൊടുക്കണം പൈസ, അത്രയും ചെയ്യലുണ്ട്. ഈ ഊണ്ടൈന്റെ i20 ആണ്, ഡീസലാണ്. എങ്ങനെയായിരുന്നു ഇതിന്റെ? 2018 മോഡല് 19 രജിസ്ട്രേഷൻ വരുന്ന i20 ഡീസൽ ആസ്റ്റ ഡുവൽ ടൂൺ വരുന്ന ഏറ്റവും ടോപ്പ് ആസ്റ്റ ഓപ്ഷൻ വരുന്നത് ആസ്റ്റ. ഡുവൽ ടൂൺ ഉണ്ടാവില്ല, പുഷ്പട്ടല്ല, ബാക്കി എല്ലാ സെറ്റപ്പും ഉണ്ട്. ആസ്റ്റയുടെ അതേ അലോയ്സ് ആണ് വണ്ടിക്ക് വരിക. ഓപ്ഷൻസിന്റെ അലോയ്സ് ആണ് വണ്ടിക്ക് വരിക. ഡുവൽ ടൂൺ ആണ് വണ്ടി വരുന്നത്. 4 പുതിയ ടയർ ഉണ്ട്. ഒരു 16 രൂപ മുടക്കി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഓയിൽ സർവീസ് ഇപ്പൊ നിലപ്പം കഴിഞ്ഞിട്ടുള്ളൂ. കഴിഞ്ഞിട്ട് ഒരു 25 കിലോമീറ്റർ മാക്സിമം വർഷം നിങ്ങളുടെ ദൂരം വണ്ടി ഓയിൽ സർവീസ് ഓടിയിട്ടുള്ളൂ. ഫുൾ കവർ 6 ലക്ഷം ഐഡിയ ഇൻഷുറൻസ് ഏകദേശം ഒരു മാസത്തിന് അടുത്തായിട്ടുള്ളൂ. എല്ലാ മെക്കാനിക്കൽ എല്ലാം കൊണ്ട് തികഞ്ഞ വണ്ടി, 100% പെർഫെക്റ്റ് മെക്കാനിക്കൽ ഭാഗം. ഒരുപാട് എക്സ്ട്രാ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയോട് കൂടി മെയിൻ ചെയ്തിട്ടുണ്ട്. അതെ, ഇന്റീരിയർ ഭാഗത്ത് നോക്കണമെങ്കിൽ നല്ല കിരുമത്തിന്റെ മെയിൻ്റെനൻസ് ആണ് ചെയ്തിട്ടുള്ളത്. എല്ലാ ഭാഗം ഫിറ്റ് അല്ല, എല്ലാ മെക്കാനിക് ഫിറ്റ്. എത്ര കൊടുക്കത്? ഇത് നമുക്ക് 6,40,000 കൊടുക്കാം. 6,40,000 കൊടുക്കാം. മാക്സിമം എത്ര പൈസ? ലോണ് 6 ലോൺ കിട്ടും. 6,20,000 കിട്ടും ലോൺ. അതെ. ന്യൂ ഷേപ്പിൽ ഇറങ്ങിയിട്ടുള്ള ഹോണ്ടന്റെ അമേസ് ഓട്ടോമാറ്റിക് വണ്ടി അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. നല്ല കിണ്ണം പോലത്തെ ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു ബ്രോ ഇത്? 2021 മോഡല് വണ്ടിയാണ്. വി എന്ന ഓപ്ഷൻ വണ്ടി, ബട്ടർ സ്റ്റാർട്ട് വരുന്ന വണ്ടിയാണ്. വരുന്ന വി വേരിയന്റിൽ വരുന്ന വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. ഒരു റീപ്ലേസ്മെന്റ് മറ്റുകൾ ഒന്നുമില്ല. ഓട്ടോമാറ്റിക് CVT പീസ് CVT ഗിയർ ബോക്സ് അതിന് വരിക. CVT ഗിയർ ബോക്സ് ഇറങ്ങാത്ത ഗിയർ ബോക്സ് വരുന്ന CVT ഗിയർ ബോക്സിന്റെ ഹോണ്ടയുടെ വണ്ടിയാണ്. അപ്പോ നമ്മൾ ഇതിന് ആസ്കിംഗ് പ്രൈസ് 6,40,000 ആണ്. നമുക്കൊരു 6 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ പ്രതീക്ഷിക്കാവുന്ന നല്ല വണ്ടിയാണ്. അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടല്ല. പിന്നെ തീർച്ചയായിട്ടും ഹിദുമത്തിന്റെ ഒരു പെട്ടി പീസ് ഫോറിന്റെ എക്കോസ്പോർട്ട് ഡീസൽ വണ്ടിയാണ്. ഏകദേശം 20 കിലോമീറ്ററിന് മേലെ മൈലേജ് കിട്ടുന്ന ഒരു SUV ടൈപ്പിൽ വന്നിട്ടുള്ള ഒരു വാഹനം. എങ്ങനെയായിരുന്നു ഇത്? 2018 മോഡലാണ് വണ്ടി. ഫോർഡിന്റെ വണ്ടിക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള വണ്ടി ഇതാണ്, എക്കോസ്പോർട്ട് ആണ്. എക്കോസ്പോർട്ട് എൻഡോവർ നല്ല വണ്ടിയുടെ എൻഡോവർ അത് വേറെ ലെവല്. അതിനുശേഷം ഇതിനാണ് കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്നത്. ന്യൂ ഷേപ്പ് ആണ്. ന്യൂ ഷേപ്പിൽ ഇറങ്ങിയിട്ടുള്ള ഒരു വാഹനം. 17 കഴിഞ്ഞ ശേഷം ഇറങ്ങിയ ഷേപ്പ്. മോഡൽ കൂടെ വണ്ടി. 2018 മോഡൽ വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ് വണ്ടി. മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നും നിലയിൽ വണ്ടിയിലില്ല. ടയർ ബാങ്ങളൊക്കെ 90% ടയർ ബാങ്ങളുണ്ട്. പിന്നെ ഡീസലാണ്. 20 കിലോമീറ്റർ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന നല്ല സേഫ്റ്റി ഉള്ള ഓടിക്കാൻ നല്ല പെർഫെക്റ്റ് ഒരു വണ്ടി കൂടിയാണ് എക്കോസ്പോർട്ട്. ഇത് നമുക്ക് 6,40,000 കൊടുക്കാൻ പറ്റും. 6,40,000 കൊടുക്കാം. മാക്സിമം ലോൺ 6 ലക്ഷം രൂപ ലോണും പ്രതീക്ഷിക്കാം. 6 ലക്ഷം രൂപ ലോണും കിട്ടും അല്ലെ? ഓക്കെ, അപ്പൊ വേണം വിളിച്ചോ. Z ആണ് കേട്ടോ. Z ആണ് ഓപ്ഷൻ വരുന്നത്. ഈ Z കുറെ ആള് അന്വേഷിക്കുന്നുണ്ട്. അതാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. ഇന്നോവയില് Z ഓപ്ഷനിൽ വരുന്ന ഒരു വാഹനം. എങ്ങനെയായിരുന്നു? 2014 മോഡൽ വണ്ടിയാണ്. സെഡ് ആണ് ഓപ്ഷന്. മേജർ ആക്സിഡന്റുകൾ പറഞ്ഞ പോലെ ഇല്ല. ടയർ 4 പുതിയതാണ്. 4 പുത്തൻ ടയറാണ്. ഇതിപ്പോ NOC ആണ് എടുത്തിട്ടുണ്ട്. നമ്പർ ആക്കി കൊടുക്കും ഞങ്ങൾ. നമ്പർ ആക്കിയിട്ടേ കൊടുക്കുന്നത്. NOC എടുത്തു. NOC എടുത്തു. നമ്പർ ആക്കിങ്ങാണ്ട് നമ്മൾ 8.25 ലക്ഷം രൂപയ്ക്ക് നമ്പർ ആക്കി 8.25 അതും 2014 മോഡൽ Z വണ്ടി. 14 Z വണ്ടിയാണ്. 8.25 മൂപ്പര് ചോദിച്ചിട്ടുള്ളത്. വേറെ വണ്ടി വേറെ മേജർ മെയിൻ ക്ലാസ് ഓൾറെഡി മെയിൻ ക്ലാസ് നോക്കണ്ട, അത് പോട്ടെ. അത് അവിടുന്ന് ഇറങ്ങുമ്പോ തന്നെ എന്തായാലും പോകുന്നത്. വേറെ പ്രശ്നങ്ങളില്ല. ജെനുവിനാണ്. കിലോമീറ്റർ ജെനുവിനാണ്. അതർ സ്റ്റേറ്റ് വണ്ടിന്റെ ആരും എടുക്കുന്ന ആള് ഈ മെയിൻ ക്ലാസ് നോക്കലില്ല. ബാക്കി ചെക്കിംഗ് ആണ്. ഒരു റീപ്ലേസ്മെന്റ് ഇല്ലാന്ന് പറയുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളും മാത്രം നോക്കിയാൽ മതി. അപ്പോ നമ്പർ ആയി കഴിഞ്ഞാൽ മാക്സിമം ലോണും ചെയ്യാൻ ലോണും പ്രതീക്ഷിക്കും. ഓക്കെ, അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ. നല്ല കിരുമത്തിന്റെ മാരുതിന്റെ ബലനോ ഒരുപാട് എക്സ്ട്രാ ഫിറ്റ് ഉള്ള ഒരു വാഹനമാണ്. ഇത് മട്ടയറൊക്കെ കയറ്റിയിട്ടുണ്ട് കേട്ടോ. അലോയ്സ് വലിയ വീതിയുള്ള ടയറാണ്. അതുപോലെ തന്നെ വേറെന്താ എക്സ്ട്രാ ഒരുപാട് ഇന്റീരിയർ ഭാഗത്ത് ചെറുതായിട്ടുള്ള ഒരുപാട് ഫിറ്റിംഗ്. പിന്നെ DR ലൈറ്റ് കാര്യങ്ങള് ഒരുപാട് എന്തൊക്കെ പറഞ്ഞാൽ തിരിയാത്ത ഒരുപാട് അത്രയും ഫിറ്റ് കയറിയ ഒരു വാഹനം. എങ്ങനെയായിരുന്നു ഇതിന്റെ കാര്യങ്ങൾ? 2017 മോഡൽ. എത്രയാണ്? 17 മോഡൽ. 17 വണ്ടി. 17 മോഡൽ വണ്ടിയാണ്. 35,000-40,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അത്രയും ഓടിച്ചു. ഇതിന് പാർക്ക് സീലാണ് വണ്ടി ഉള്ളത്. ഇത് 35 ഓട്ടം. ഇത് 17 മോഡലാണ് വണ്ടി. മേജർ ആക്സിഡന്റുകളൊന്നുമില്ല. 5 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. 5 രൂപ പെട്രോൾ വണ്ടിയാണ്. അതെ, അയാൾക്ക് 5 രൂപ കിട്ടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ കച്ചവടം നിലയ്ക്ക് ചിലപ്പോൾ എന്തെങ്കിലും മാറ്റം ചെയ്താണ്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അതേപോലെ നമുക്ക് 2010 ഇത് RS ഓപ്ഷൻ വണ്ടി വരിക. RS എന്നാ പറയാ. ആൽഫ ഇത് സ്പെഷ്യൽ എഡിഷനിൽ വന്ന വണ്ടിയാണ്. സ്പെഷ്യൽ എഡിഷനിൽ വന്ന ഒരു വാഹനം കൂടിയാണ്. അതെ,
എന്നാലും കമ്പനിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വില കൂടി ഇറങ്ങിയ വണ്ടി. അതേപോലെ തന്നെ നമ്മുടെ തന്നെ 2015 മോഡല് വേറൊരു വണ്ടി നമ്മുടെ ബെല്ലനുണ്ട്. അതും പ്രൈസ് 5 lakhs തന്നെയാണ്. അത് അൽഫാനോ വേരിയന്റാണ് വണ്ടി വരുന്നത്. സെയിം കളറാണ് വരുന്നത്, ബ്ലൂ കളർ, സെയിം ബ്ലൂ കളർ തന്നെയാണ് വണ്ടി വരുന്നത്. 4 കൂടിയിട്ട് വണ്ടി നമ്മുടെ ഷോപ്പിലേക്ക് പോളിഷും കാര്യം മാറ്റി വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ വണ്ടി നമുക്ക് വരുന്നത്. അപ്പൊ ബെലനോട് ക്രേസി ഉള്ളവര് ഒന്ന് വിളിച്ചോ, മൂപ്പരെ വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഈ നാനോ കാറിൽ ഓട്ടോമാറ്റിക് നോക്കുന്നവരുണ്ടെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി വണ്ടിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എങ്ങനെയാണ് 2017 മോഡൽ വണ്ടി, 2017 മോഡൽ ടിസ്റ്റ് അല്ല. ഓക്കെ, വേറെ ഓട്ടം കാര്യങ്ങളൊക്കെ? ഓട്ടം 60,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. ഓട്ടോമാറ്റിക് ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ആണല്ലേ? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, വണ്ടി നല്ല കണ്ടീഷൻ, വണ്ടി റീപ്ലേസ്മെന്റ് മറ്റു കാര്യങ്ങളൊന്നും നിലവിലില്ല വണ്ടിക്ക്. വണ്ടി കണ്ടീഷൻ ടയർ ബാങ്ങളൊക്കെ 80% മാത്രം ടയർ ബാങ്ങൾ. വണ്ടിനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഫുൾ കവർ ഇൻഷുറൻസ് വണ്ടിക്ക് ഉണ്ട്. ഇത് നമുക്ക് 1,60,000 ആസ്കിംഗ് പ്രൈസ്, 1,60,000 എന്തെങ്കിലും മാറ്റി ചെയ്ത് കൊടുക്കാം. ചെറിയ ബഡ്ജറ്റിൽ ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആൾട്ടോ കേട്ടാണ്, അതും മാനുവൽ വണ്ടി അല്ല? എങ്ങനെയായിരുന്നു മോഡൽ? 2011 മോഡൽ വണ്ടിയാണ്. 11 വണ്ടി റിന്യൂവൽ ആയി. നമ്മൾ റിന്യൂവൽ എടുത്തിട്ടാണ് ഈ 11 മോഡൽ വണ്ടി എല്ലാം പുതുക്കിയിട്ടാണ് കൊടുക്കുന്നത്. കസ്റ്റമർക്ക് എടുക്കുമ്പോൾ റിന്യൂവൽ ചെറിയ പേടിയുണ്ട്, കുറെ പൈസ ആവുമെന്നുള്ളൊരു ടെൻഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ 11 മോഡൽ വണ്ടി എല്ലാം റിന്യൂവൽ എടുത്താണ് കൊടുക്കുന്നത്. പുതിയ വണ്ടി അല്ല, പുതിയ റിന്യൂവൽ എടുത്തിട്ട് നമ്മൾ 1,35,000 നമ്മൾ 2011 മോഡൽ VXI വണ്ടി നമ്മൾ 1,35,000 കൊടുക്കാം. പേപ്പർ 5 വർഷം പുതിയ പേപ്പർ, ടാക്സ്, ഇൻഷുറൻസ്, മെക്കാനിക് ഫിറ്റ്, റീപ്ലേസ്മെന്റ് മറ്റു കാര്യങ്ങളൊന്നുമില്ല. ടയർ ബാങ്ങളൊക്കെ ഏകദേശം നല്ല ടയർ ബാങ്ങൾ, അടിയിൽ സീറ്റ് കവർ സർവീസ് ഒക്കെ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ഒരു 10-20 കിലോമീറ്റർ മാക്സിമം ഒരു സർവീസ് ഓടിയിട്ടുള്ളതുകൊണ്ട് എല്ലാ മെക്കാനിക്കും പെർഫെക്റ്റ് ആയി കൊണ്ട് വെച്ചിട്ടുള്ളതാണ്. റിന്യൂവൽ എടുത്താണ് കൊടുക്കുന്നത്. 1,00,000 വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇതേപോലെ ആൾട്ടോ കേട്ടനാണ്, VXI ആണ്. ഇതേപോലെ തന്നെ നമ്മൾ 2011 തന്നെ പുതിയ പേപ്പറിൽ കൊടുക്കാവുന്ന നോർമൽ ആൾട്ടോ നമ്മുടെ കയ്യിലുണ്ട്. ഒരു 65,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. LXI വരുന്ന നല്ല കിടുക്കുന്ന വണ്ടി വരുന്നത്. അത്ര ഓടിയിട്ടുള്ളൂ, 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അങ്ങനെ വണ്ടിയോട് നമുക്ക് വരുന്നത്. നല്ല ബോഡി ഷേപ്പിലെ വണ്ടിയാണ്. ഇവിടെ എത്തിയിട്ടില്ല, പോളിഷ് മറ്റു കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും നിൽക്കുന്ന വണ്ടി കൂടി നമുക്ക്. പിന്നെ ഇവിടെ നമുക്ക് മഹീന്ദ്രന്റെ TUV കാണിച്ചു കൊടുക്കാം അല്ലെ? അതെ, ഒരു 7 സീറ്റ് വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡൽ? 2016 മോഡൽ T6 ആണ് വേരിയന്റ് വരുന്നത്. T6 ആണ്. T8 500 TUV 300 സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. മെക്കാനിക് ഭാഗം ഇതേപോലെ തന്നെ എല്ലാം പെർഫെക്റ്റ് ആയി കൊണ്ട് വെച്ചാൽ ക്ലച്ച് കാര്യങ്ങളൊക്കെ മാറ്റിയാണ് വണ്ടിയുടെ. ഓൾറെഡി വർക്ക് എടുത്ത വണ്ടിയാണ്, ഫുൾ വർക്ക് എടുത്ത വണ്ടിയാണ്. എല്ലാം കഴിഞ്ഞിട്ടുണ്ട് വർക്ക്. ഇത് നമുക്ക് 4,40,000 വണ്ടി കൊടുക്കാൻ പറ്റും. 4,40,000 കൊടുക്കാൻ പറ്റും. 2016 മോഡൽ T6 വേരിയന്റ് വരുന്ന വണ്ടിയാണ്. ഇതേപോലെ 7 സീറ്റ് നമ്മൾ വേറെ ഉണ്ട്. നമ്മൾ വീഡിയോ കാണിക്കാത്ത 7 സീറ്റ് നമുക്ക് ഇതേപോലെ തന്നെ വണ്ടിയാ. TUV നമ്മുടെ 2016 വേറെ വണ്ടി കൂടി ഉണ്ട്. അതേപോലെ തന്നെ ഹോണ്ടന്റെ മൊബിലിയോ എന്ന് പറഞ്ഞ 2015 അത് 2 വണ്ടി നമ്മുടെ അടുത്ത് നിലവിലുണ്ട്. അതേപോലെ തന്നെ ഹോണ്ടന്റെ BR പറഞ്ഞ 7 സീറ്റ് വണ്ടി നമ്മുടെ വണ്ടി. അപ്പൊ 7 സീറ്റ് 3 വണ്ടികൾ എല്ലാം കൂടി ഒരുപാട് ആൾട്ടോ കാറിന്റെ വിലക്ക് ഒരുപാട് 7 സീറ്റ് വാഹനങ്ങൾ മൂപ്പർ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ കാണിച്ച 1-2 വണ്ടി മാത്രമേ കാണിച്ചുള്ളൂ. ഈ ഹോണ്ടന്റെ മൊബൈലൊക്കെ നല്ല വണ്ടികളാണ്. ഹോണ്ടന്റെ നേരത്തെ പറഞ്ഞ പോലെ എഞ്ചിൻ പേടിക്കണ്ട, അത്യാവശ്യം മൈലേജ് സംബന്ധിച്ചാൽ ഈ ഹോണ്ടന്റെ മൊബൈലിയോ ആളുകൾക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്താ വെച്ചാൽ അതിന്റെ അതിന്റെ ആ ബാക്ക് ഒക്കെ കണ്ടാൽ ആർക്കും ഇഷ്ടപ്പെടില്ല. ഇവിടെ ഒരു ഖിദ്മത്തിന്റെ വണ്ടി പവർ കൂടും കേട്ടോ. ഒരു റയർ പീസാണ് വണ്ടി. ഇപ്പൊ നമ്മൾ ഈ പുതിയ റോട്ടിലുണ്ടല്ലോ, ഈ NH ഓടിക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. കാരണം എന്താ വെച്ചാല് എത്ര സ്പീഡ് പോയാലും അറിയൂല. പിന്നെ സേഫ്റ്റി ആണ്. വോക്സ് വാഗന്റെ വണ്ടിയാണ്, നിങ്ങൾക്ക് അറിയാലോ. അറിയുന്നവർക്ക് അറിയാം, നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതും റയർ ആണ്. DST ഗിയർ ബോക്സ് വരുന്ന ഒരു വണ്ടിയാണ്. ഗിയർ ബോക്സ് കംപ്ലീറ്റ് വളരെ കുറഞ്ഞ ഗിയർ ബോക്സ് ആണ്. ഇറങ്ങൂല. CVT ആണ്, ഇറങ്ങൂല. അത് 2019 മോഡലാണ്. ഡീസലാണ്. ഡീസൽ ഓട്ടോമാറ്റിക് വെന്റോ എന്നാണ് സോറി ആമിയോ ആണ് ഈ വണ്ടി വരുന്നത്. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓക്കെ, ഇത് ഡീസലാണ്. ഏകദേശം 18-19 മൈലേജ് പ്രതീക്ഷിക്കുന്നത്. 4 പുത്തണ്ടാറ്. എത്ര മോഡലായിരുന്നു? 2019 മോഡൽ. 19 വണ്ടി. ഓട്ടോ ഒക്കെ എത്ര ഉണ്ടാവും? ഏകദേശം 90,000 കിലോമീറ്റർ വണ്ടി ഓടി. 90,000 കിലോമീറ്റർ ജെനുവിനാണ്. കിലോമീറ്റർ. ടയർ 4 പുതിയ ടയറുണ്ട്. അതിന് ഫുൾ കവർ ഇൻഷുറൻസ് കൂടി നമുക്ക് 5 lakhs നമ്മൾ വണ്ടി. മെക്കാനിക് ഫുൾ ഫിറ്റ്. എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം? അത്രയും പക്ക വണ്ടി ചെക്ക് ചെയ്ത്. എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? 5 ലക്ഷം. 5 ലക്ഷം ചോദിക്കുന്നത്. 5 ലക്ഷം ലോണും കൊടുക്കാം. 5 ലക്ഷം ലോണും കൊടുക്കാം അല്ല? മാക്സിമം ലോൺ ചെയ്യാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോ. അവസാനമായിട്ട് ഒരു വോക്സ് വാഗന്റെ വെന്റോ ആണ് നിങ്ങളെ കാണിക്കുന്നത്. ഡീസൽ വണ്ടി. ഡീസൽ വണ്ടിയാണ്. അപ്പോ ഇവിടെ കാണിച്ച ഏതെങ്കിലും വാഹനങ്ങൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഫോട്ടോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മൂപ്പരെ വിളിക്കാം. മൂപ്പരെ നമ്പർ ഫസ്റ്റ് ഉണ്ടാവും കേട്ടോ വീഡിയോയില്.
പിന്നെ 2-3 നമ്പർ കൊടുക്കുക. തീർച്ചയായും വേറെ പിന്നെ ഒന്നുകൂടി നിങ്ങളോട് പറയാണ്, മൂപ്പര് ഒരു മെക്കാനിക് ആണ്. അതുകൊണ്ട് തന്നെ പിന്നെ എന്തുണ്ടെങ്കിലും പറഞ്ഞിട്ടേ തരുള്ളൂ കേട്ടോ, എന്തൊക്കെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോ എല്ലാ ഭാഗത്തും ചെക്ക് ചെയ്തിട്ട് എടുക്കുക വണ്ടി എടുക്കുന്നവര്. എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്ന മാതിരി അല്ല. അപ്പോ എങ്ങനെ ഇത് കാണിച്ചു കൊടുക്കല്ലേ? ഇത് എങ്ങനെയായിരുന്നു മോഡൽ? 2011 മോഡല്. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഓക്കെ. 90,000 ലക്ഷം കിലോമീറ്റർ ലെവലിൽ വണ്ടി ഓടിയ മീറ്റർ റീഡിംഗ് കാണിക്കുന്നുള്ളൂ. അത്ര കാണിക്കുന്നു. പിന്നെ അതർ സ്റ്റേറ്റ് വണ്ടിയാ? അല്ല, ഒറിജിനൽ കേരള വണ്ടിയാണ്. വണ്ടിയാണ്. 2011 മോഡലാണ്. ഇത് പുതിയ പേപ്പറോട് കൂടി നമ്മൾ വണ്ടി കൊടുക്കുന്നത്. പുത്തൻ പേപ്പറോട് 30,000 പുത്തൻ പേപ്പറോട് 2,30,000 നമുക്ക് പുതിയ പേപ്പറോട് കൂടി 5 കൊടുത്ത ടാക്സ്, 5 കൊടുത്ത റിന്യൂവൽ, പുതിയ ഇൻഷുറൻസോട് കൂടിയിട്ട് കൊടുക്കാം. മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നും ഇല്ലാതെ നല്ല വൃത്തി കൊണ്ടുവയ്ക്കുന്ന വണ്ടിയാണ്. 11 പറയുമ്പോൾ കഷ്ടം ഒരു ബ്ലാക്ക് കളർ അല്ല, കരിമ്പുലിയാണ്. കരിമ്പുലി പൊടി പിടിച്ചോണ്ട് മനസ്സിലാവുന്നില്ല ഏത് കളറാണെന്നുള്ളത്. ഓക്കെ. അപ്പൊ വണ്ടി മെക്കാനിക് എടുക്കുന്നവർക്ക് നിലവിൽ പണി കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാം ചെക്ക് ചെയ്തിട്ട് നോക്കിക്കോളൂ. അപ്പൊ പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ. ഓക്കെ.